ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു റാഗിയുടെ സ്മൂത്തി റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്, ഹെൽത്തിയാണ്, ഡിന്നറിനും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റാഗിയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ റാഗിയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ അത് 2 സ്പൂൺ അളവെന്ന് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ സാധാരണ റാഗിയൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ തന്നെ. പിന്നെ കട്ടി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ച് ഒരു പാകത്തിനാക്കി എടുക്കുക കേട്ടോ. നമ്മളിത് കുറുക്കിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ടാണ് മിക്സിയിലേക്ക് ഇട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ട് സ്മൂത്തി ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ആ ഒരു പാകത്തിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. ചിലവർക്ക് കട്ടിയിൽ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല കളറ് മാറി വരുന്നുണ്ട് തിളയ്ക്കുമ്പോൾ. ഒന്നും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട് ഞാൻ. സ്മൂത്തി സാധാരണ നല്ല കട്ടിയിൽ തന്നെയാണ് കുടിക്കുക, അങ്ങനെ ആകുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി, കാരണം ഇതൊന്നും കൂടെ കട്ടിയായി വരും ചൂടാറുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അത്തിപ്പഴമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊരു കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ, അതുകൊണ്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്തിപ്പഴമൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഇട്ട് വെക്കുക സാധാരണ വെള്ളത്തിൽ. പിന്നെ ഒരു 4 ബദം ഇട്ട് കൊടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞതാണ്. അത് പെട്ടെന്ന് തൊലി കളയണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം, 2 ഈത്തപ്പഴമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതും കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിൽ അരഞ്ഞ് കിട്ടും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ചെറുപഴമാണ് ആഡ് ചെയ്തത്. ഇതിന് പകരം റോബസ്റ്റ പഴമാണെങ്കിൽ 1 ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പംകിൻ സീഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഇതാണ്. ഇപ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഫ്ലാക്സ് സീഡ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, പഴത്തിന് പകരം ആപ്പിളൊക്കെ ഉണ്ട് ആഡ് ചെയ്യാം കേട്ടോ. അതായാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ സിമ്പിളായിട്ടുള്ള ഒരു റാഗി സ്മൂത്തി റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ, അത് കുറച്ചും കൂടി സിമ്പിളാണ്, ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.